അപ്പം അങ്ങനെ ഒരു ഫോർഡ് മേടിച്ച് ഫോർഡിൻ്റെ അകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റേണ്ട സീനാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ പഴയ ഒരു എന്താണ് മ്യൂസിക് സിസ്റ്റമാണ് ഇരുന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മാറ്റി നമ്മളൊരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ കാർപ്ലേ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല. ഈ കൺസോളൊക്കെ ഒന്ന് അഴിക്കുക, ഈ പഴയ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം അതിനകത്തോട്ടേക്ക് കയറ്റുക. പിന്നെ ഇതിൻ്റെ കൂടെ റിവേഴ്സ് ക്യാമറ വെക്കാനുണ്ട്, സെൻസറുകൾ വെക്കാനുണ്ട്, പിന്നെ ഒരു HUD ഡിസ്പ്ലേ വെക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ കൂടി ഇന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ആദ്യം അതിൻ്റെ ബേസ് യൂണിറ്റ്, ഹെഡ് യൂണിറ്റ് അത് ഊരിയെടുത്തു, പിന്നെ മുകളിലുള്ള ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പോൾ രണ്ടും കൂടി ഊരിയെടുത്ത് കഴിഞ്ഞാൽ അത്രയും വലിയ സ്പേസായി. അപ്പോൾ ഇനി നമ്മൾ പുതിയതിൻ്റെ ഒന്ന് അസംബിൾ ചെയ്ത് കറക്റ്റായിട്ട് അതിനകത്തോട്ട് കയറ്റി വയ്ക്കുക. അത്ര ടെൻഷനുള്ള പരിപാടികളൊന്നുമല്ല, എന്നാലും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡാമേജ് ആവും. അപ്പോൾ അതെല്ലാം നമ്മൾ പുറത്തേക്ക് തയ്ച്ചെടുത്തു. ഇനിയിപ്പോൾ ഓരോന്ന് അതിൽ നിന്ന് എടുക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ പഴയ യൂണിറ്റ് കാണുമ്പോൾ അറിയാം അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കാരണമാണ് അത് മാറ്റണേ. ഇതിപ്പോൾ ഇതിൽ പുതിയ ഒരു ബേസാണ് ആ സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ പഴയത് അതെടുത്ത് മാറ്റി. അപ്പോൾ ഇനി അതൊരു ആദ്യം നമ്മുടെ കൺസോളിലേക്ക് നമ്മുടെ ഡിവൈസ്, ആൻഡ്രോയിഡ് ഡിവൈസ് അല്ലെങ്കിൽ അതങ്ങോട്ട് ഫിറ്റ് ചെയ്യണം. ഈ കാണുന്നതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ്. അപ്പോൾ ഇതിൽ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് മേടിച്ചാണ്. അപ്പോൾ അലി എക്സ്പ്രസ്സിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇതിലും കുറഞ്ഞ റേറ്റിൽ കിട്ടും. പക്ഷേ നമുക്കത് 10-12 ദിവസമൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു മടിയുള്ള കാരണം ഞാൻ രാവിലെ തന്നെ അത് ഓർഡർ ചെയ്തു. എനിക്ക് സെയിം ഡേ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അതങ്ങനെ കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ കാറ്റലോഗുകളും അതിൻ്റെ കണക്ഷനുള്ള കോഡുകളും സ്പെഷ്യലല്ല നോർമൽ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സ്ക്രൂ വയറെല്ലാം വെച്ച് ഇപ്പോൾ നമ്മൾ ആ ഡിവൈസ് നമുക്ക് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി കണക്ഷൻ കൊടുക്കുന്ന പരിപാടികളൊക്കെയാണ് ബാക്കിയുള്ളത്. കണക്ഷൻ കൊടുത്തൊന്ന് ഓണാക്കി നോക്കണം. അപ്പോൾ ഇത് ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് അധികം ഫീച്ചേഴ്സൊന്നും ആ പാനലിൽ ഉണ്ടായില്ല. അപ്പോൾ ഉള്ള പാനലൊക്കെ വെച്ചിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ AC വെൻ്റ് എല്ലാം നമ്മൾ ഊരിയെടുക്കണം. ഈ അപ്പുറമുള്ള AC വെൻ്റ് നമ്മൾ ഊരിയെടുത്തിട്ട് നമ്മുടെ അപ്പുറത്തെ പുതിയ ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യണം. അതൊക്കെ പല്ലൊന്നും ഒടിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് അതെടുക്കണം. അതെടുത്ത് അങ്ങോട്ട് പ്ലേസ് ചെയ്താൽ പിന്നെ അധികം വലിയ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ ഇനിയിപ്പോൾ ക്യാമറ ഫിറ്റ് ചെയ്യലാണ് ഉള്ളത്. ക്യാമറയുടെ ലൈനെല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്ക് ഞാനത് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യും. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ കൺസോളിലൊക്കെ വെച്ച് റെഡിയാക്കി. ഇനി ഇതിൻ്റെ വയറിങ് കാര്യങ്ങൾ, കണക്ഷൻ എല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ കാണുന്ന പോലെ നമുക്ക് റെഡിയായിട്ട് സാധനം ഒരു സെറ്റ് ചെയ്യാനൊക്കെ മുമ്പുള്ള രീതിയിലാണ് വൈഫൈന്ന് കണക്ട് ചെയ്ത് നോക്കിയതാണ്. വൈഫൈ ഒക്കെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഇങ്ങനെയാണ്. അല്ല പക്ക ഫിറ്റിങ്ങിൽ നമുക്ക് ആൻഡ്രോയിഡ് കാർപ്ലേ കിട്ടി.